തൻ്റെ പ്രണയിനിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ സൈക്കിളിൽ 9600 കിലോമീറ്റർ താണ്ടി ഇന്ത്യയിൽ നിന്നും സ്വീഡനിലേക്ക് എത്തിയ ഒരു ഇന്ത്യക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയെ പോലും വെല്ലുന്ന പ്രദ്യുമ്നകുമാർ മഹാനന്ദി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ലവ് സ്റ്റോറിയെ കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത്. 1975 നമ്മളുടെ ഈ കഥ തുടങ്ങുന്നത്. അതായത് ഡൽഹിയിൽ ഒരു ആർട്ട് വിദ്യാർത്ഥിയായിരുന്നു പ്രദ്യുമ്നകുമാർ മഹാനന്ദിയ. ഡൽഹിയിൽ ആ കാലഘട്ടത്തിൽ പ്രദ്യുമ്നകുമാർ മഹാനന്ദിയ ചെയ്തിരുന്ന ചിത്രങ്ങൾക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ PK എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഷാർലറ്റ് എന്ന് പറയുന്ന സ്വീഡനിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി ഇന്ത്യ കാണാൻ വേണ്ടി ടൂറിസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ അവർ ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് PKയുടെ ചിത്രങ്ങളെ കുറിച്ച് അറിയാണ്. അങ്ങനെ അവരുടെ ഒരു രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി PKയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവരുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കെ PKയും ഷാർലറ്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് PKക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തൻ്റെ അമ്മ പറഞ്ഞ ഒരു പ്രൊഫസിയെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അതായത് PK കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട വിദൂര ദേശത്ത് നിന്നുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ തൻ്റെ അധീനതയിലുള്ള ഒരു പെൺകുട്ടിയായിരിക്കുന്നതാണ്. ഇതെല്ലാം ഷാർലറ്റുമായിട്ട് മാച്ച് ചെയ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ PK ഷാർലറ്റിനോട് പറയുകയാണ്, നമ്മൾ കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവരാണ്, നമ്മൾ കല്യാണം കഴിക്കേണ്ടവരാണ്.